ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്ക് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് BA, BSc, BCom, BBA സ്റ്റുഡൻസിൻ്റെ കോമൺ കോഴ്സായിട്ടുള്ള ZGESTൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനെല്ലാത്തിനും ആൻസർ ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ് ഒന്നോ അല്ലെങ്കിൽ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനെല്ലാത്തിനും ആൻസർ ചെയ്യണം. അടുത്തത് 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എഴുതാനുള്ളത്. അതിൽ 10 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. പിന്നെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. പിന്നെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന് 300 വേർഡ്സിൽ, അതായത് ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 4 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റിങ്. ഇനി നമുക്ക് ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസും അതുപോലെ ഒരു വേർഡിലോ ഫ്രേസിലോ ആൻസർ എഴുതാനുള്ള ആ 5 ക്വസ്റ്റ്യൻസും അതുപോലെ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എഴുതാനുള്ള 12 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. വീഡിയോ ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് ടോബ ടേക്ക് സിംഗ്? എന്താണ് വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് ടോബ ടേക്ക് സിംഗ്? എന്താണ് ആൻസർ? ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കിഷൻ സിംഗ്, വിശ്വംബർ സിംഗ്, ബിഷൻ സിംഗ്, കിഷോർ സിംഗ്, ആരോൺ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ബിഷൻ സിംഗ്. ഓക്കെ, ഏതാണ്? ബിഷൻ സിംഗ്. ടോബ ടേക്ക് സിംഗിന്റെ റിയൽ നെയിം ബിഷൻ സിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കളക്ഷൻ വാസ് ദ പോയം ഓൺ കില്ലിംഗ് എ ട്രീ ഒറിജിനലി പബ്ലിഷ്ഡ്? ഇൻ വിച്ച് കളക്ഷൻ വാസ് ദ പോയം ഓൺ കില്ലിംഗ് എ ട്രീ ഒറിജിനലി പബ്ലിഷ്ഡ്? എന്താണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ഓൺ കില്ലിംഗ് എ ട്രീ എന്നുള്ളത് ഒറിജിനലി ഏത് കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പോയംസ്, ഹൗ ഡു യു വിത്ത്സ്റ്റാൻഡ് ബോഡി, മിറേർഡ് മിററിംഗ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് പോയംസ് എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ പോയംസ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് കളക്ഷൻ വാസ് ദ പോയം ഓൺ കില്ലിംഗ് എ ട്രീ ഒറിജിനലി പബ്ലിഷ്ഡ്? ആൻസർ പോയംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മാഗസിൻ വാസ് ദ സ്റ്റോറി ഓഫ് എൻ അവർ ഒറിജിനലി പബ്ലിഷ്ഡ്? അപ്പോൾ ഏത് മാഗസിനിലാണ് ദ സ്റ്റോറി ഓഫ് എൻ അവർ ഒറിജിനലി പബ്ലിഷ്ഡ് ആയത്? 4 ഓപ്ഷൻസ് ഉണ്ട്. വോഗ്, ദ ന്യൂയോർക്കർ, ദ ന്യൂയോർക്ക് ടൈംസ്, ദ ന്യൂസ് വീക്ക്. അപ്പോൾ ഇതിലെ ആൻസർ വോഗ് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നറിയോ? VOGUE, വോഗ്. ഓക്കെ, the question, in which magazine was the story of an hour originally published? Answer എന്താ? Vogue. Okay, അടുത്ത question, which tree blossoms every spring in New in Auden's poem? എന്താ question? Which tree blossoms every spring in a New in Auden's poem? ഇപ്പോൾ ഏത് ട്രീ ആണ് ഓഡൻസ് പോയത്തിൽ ഇപ്പോഴും ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കുന്നത്? യു എന്ന ഒരു ട്രീ ആണല്ലേ. ഏതാണ് യു? ഏതാ പാടെ? ഏതാ? റെഫ്യൂജി ബ്ലൂസിലെ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടീക്ക്, ഓക്ക്, യു, പൈൻ. ഇതിലെ ആൻസർ യു ആണ്. ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? YEW, യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആരോൺ ഗെറ്റ്സ് ലോസ്റ്റ് ബിക്കോസ് ഡാഷ്? എന്താണ്? ആരോൺ ഗെറ്റ്സ് ലോസ്റ്റ് ബിക്കോസ്. ആൻസേഴ്സ് 4 എണ്ണം. ഓപ്ഷൻസ്, സ്ലാറ്റെ ഗോസ് ദ റോങ് വേ, ഹി ഡിഡ് നോട്ട് പേ അറ്റൻഷൻ, ദേ വർ ചേസ്ഡ് ബൈ എ ഡോഗ്, സ്നോ കവേഴ്സ് ദ റോഡ്. എന്താണ് എൻ്റെ ആൻസർ? എന്തുകൊണ്ട് ആരോൺ ഗെറ്റ് ലോസ്റ്റ് ആയത്? സ്നോ കവേഴ്സ് ദ റോഡ്. ആ റോഡ് മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ടാണ് ആരോണിന് പോവാൻ പറ്റാതെ ആയത്, അല്ലേ? അപ്പോൾ ഇത്രയാണ്
1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻസ് ഒരു വേർഡിലോ ഫ്രേസിലോ ആൻസർ എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് രവീന്ദ്രനാഥ് ടാഗോർ വിൻ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? രവീന്ദ്രനാഥ് ടാഗോറിന് ഏത് ഇയറിലാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? ഏത് ഇയറിലാ? 1913. ഏതാണ്? 1913, 1913. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഡസ് ചീഫ് സിയാറ്റിൽ അഡ്രസ് ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ? എന്താണ്? ഹു ഡസ് ചീഫ് സിയാറ്റിൽ അഡ്രസ് ആസ് ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ? വാഷിംഗ്ടണിലെ ഗ്രേറ്റ് ചീഫായിട്ട് ചീഫ് സിയാറ്റിൽ അഡ്രസ് ചെയ്തത് ആരെയാണ്? ഗവർണർ ഐസക് ഇൻഗൾസ് സ്റ്റീവൻസ്, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് വാഷിംഗ്ടൺ. വാഷിംഗ്ടണിലെ ഫസ്റ്റ് ഗവർണർ ആയിട്ടുള്ള ഗവർണർ ഐസാക് ഇൻഗൾസ് സ്റ്റീവൻസിനെയാണ് അദ്ദേഹം ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു സ്റ്റേറ്റഡ് ദാറ്റ് വുമൻസ് അപ്രിഹെൻഷൻ ഈസ് ക്വിക്കർ ദാൻ ദാറ്റ് ഓഫ് മെൻ, but their defect lies for the most part in the logical faculty and in the higher mental activities? In the question, who state that women's apprehension is quicker than that of men, but their defect lies for the most part in the logical faculty and in the higher mental activities? ആരാണ് അങ്ങനെ പറഞ്ഞത്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. ആരാണ്? എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ആംനെസ്റ്റി? ആംനെസ്റ്റി എന്ന ടേമിൻ്റെ മീനിങ് എന്താണ്? കോമൺ പാഡൺ. എന്താണ്? പൊതുമാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഓതർ ഓഫ് 1984? 1984ന്റെ ഓതർ ആരാണ്? ജോർജ് ഓർവെൽ. അത് ഏത് പാഠത്തിലാണെന്നറിയോ? ലാസ്റ്റ് പാഠം, കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. ആ പാഠത്തിലാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 1-2 സെന്റൻസിൽ ആൻസർ എഴുതാനുള്ള 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 10 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് അക്കോർഡിംഗ് ടു പേൾ എസ് ബക്ക് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺ? പേൾ എസ് ബക്കിന്റെ അഭിപ്രായത്തിൽ ബോംബ്സിനേക്കാളും മറ്റ് മാരകായുധങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുള്ളത് എന്താണ്? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബോംബ്സ് ആൻഡ് വെപ്പൺ. എന്താണ്? ഒരു മഹാത്മാവാണ് എന്തിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ളത്? ബോംബ്സിനേക്കാളും വെപ്പൺസിനേക്കാളും ഒക്കെ പവർഫുൾ ആയിട്ടുള്ളത് ഒരു ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ഹിന്ദു ലോയർ ഇൻ ദ അസിലം ഗോ മാഡ്? എങ്ങനെയാണ് ഹിന്ദു ലോയർ, അസിലത്തിലുള്ള ആ ഹിന്ദു ലോയർ ഭ്രാന്തനായി മാറിയത്? അതിന്റെ ആൻസർ, ദ ഹിന്ദു ലോയർ ഇൻ ദ അസിലം went mad because of a tragic love affair. He was terribly sorry that Amritsar became part of India because the girl he loved was from there. Although she had rejected him, he continued loving her. He cursed both the Hindu and Muslim leaders who caused the division of the country. അപ്പോൾ ഹിന്ദു ലോയർക്ക് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ലവില് ഒരു ട്രാജഡി സംഭവിച്ചു. അദ്ദേഹത്തിന്റെ ലവ് അഫയറിൽ അദ്ദേഹത്തിന് ട്രാജഡി സംഭവിച്ചു. എങ്ങനെ? ഹി വാസ് ടെറിബ്ലി സോറി ദാറ്റ് അമൃത്സർ ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യ ബിക്കോസ് ദ ഗേൾ ഹി ലവ്ഡ് വാസ് ഫ്രം ദർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ലവറായിരുന്ന ഗേൾ അമൃത്സറിൽ നിന്നുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഭജനത്തിൽ അവരെ നഷ്ടപ്പെട്ടു. ഓൾദോ ഷീ ഹാഡ് റിജക്റ്റഡ് ഹിം, അവൾ എന്ത് ചെയ്തു? അവനെ റിജക്റ്റ് ചെയ്തു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവളെ ലവ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അവളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഹി കഴ്സ്ഡ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം ലീഡേഴ്സ്
ഹു കോസ് ദ ഡിവിഷൻ ഓഫ് ദ കൺട്രി. അപ്പോൾ ഈ വിഭജനത്തിന് കാരണമായിട്ടുള്ള ഹിന്ദു മുസ്ലിം നേതാക്കളെ അവൻ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഹിന്ദു ലോയർ, അസിലത്തിലുള്ള ഹിന്ദു ലോയർ ഭ്രാന്തനായി മുദ്ര കുത്തപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദ 42nd അമെൻമെന്റ്? ഏതൊക്കെ വാക്കുകളാണ് പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 42ാമത്തെ ഭേദഗതിയിൽ ആഡ് ചെയ്യപ്പെട്ടത്? ഏതൊക്കെയാണ്? The new words added to the preamble by the 42nd Constitutional Amendment Act 1976 are socialist, secular and integrity. ഏതൊക്കെ വാക്കുകളാണ്? socialist, secular and integrity. അടുത്ത ക്വസ്റ്റ്യൻ, what is meant by the line and then it is done? അപ്പോൾ ഈ ഒരു വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് തീർന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാ ചാപ്റ്റർ? ഓൺ കില്ലിങ് എ ട്രീ എന്ന പാഠത്തിലാണ് അല്ലേ. അപ്പം എന്താണ് വാട്ട് ഈസ് മെൻ ബൈ ദ ലൈൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ? അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ മീൻസ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ്, ദ ജോബ് ഈസ് ഫിനിഷ്ഡ്. വൺസ് ദ ട്രീ ഈസ് പുൾഡ് ഔട്ട് വിത്ത് ഇറ്റ്സ് റൂട്ട്സ്, ദെൻ ഇറ്റ് ഈസ് മാറ്റർ ഓഫ് scorching and choking it in the sun and air, then it browns, hardens, twists and withers. Now the killing process is complete. അപ്പോൾ ഒരു മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ മരണം സംഭവിക്കുന്നില്ല. എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? അത് അതിൻ്റെ വേരിൽ നിന്ന് അതിനെ മുറിച്ചിട്ടിട്ട് അതിങ്ങനെ വെയിലത്ത് കിടന്ന് ഉണങ്ങി അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി അത് ഹാർഡായി വളഞ്ഞു കഴിഞ്ഞാലാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള കില്ലിങ് നടക്കുന്നത്. നൗ ദ കില്ലിംഗ് പ്രോസസ് ഈസ് കംപ്ലീറ്റ്. അപ്പോഴാണ് അതിൻ്റെ കില്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ എന്ന ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ ടു മാൻ ഇഫ് ഓൾ ബീസ്റ്റ്സ് ആർ ഗോൺ? എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ ടു മാൻ ഇഫ് ഓൾ ബീസ്റ്റ്സ് ആർ ഗോൺ? എല്ലാ മൃഗങ്ങളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് എന്താ സംഭവിക്കുക? അത് ഏതാ പാഠം? ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ. ചീഫ് സിയാറ്റിലിൻ്റെ പാഠം അല്ലേ. അപ്പം എന്താ ഉണ്ടാവുക? ഇഫ് ഓൾ ദ ബീസ്റ്റ്സ് ആർ ഗോൺ മാൻ വുഡ് ഡൈ ഫ്രം ലോൺലിനെസ്. വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് വിൽ സൂൺ ഹാപ്പൻ ടു മാൻ. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. അപ്പം എന്താ ഉണ്ടാവുക? മൃഗങ്ങളെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഏകാന്തതയിൽ മരിച്ചു വീഴും അല്ലേ. ഏകാന്തത കാരണം അവൻ മരിച്ചു വീഴും. വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് വിൽ സൂൺ ഹാപ്പൻ ടു മാൻ. എന്താണോ മൃഗങ്ങൾക്ക് സംഭവിക്കുന്നത് അതുടനെ തന്നെ മനുഷ്യനും സംഭവിക്കും. ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. എല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? Why did Aaron realize that the haystack could save them? ആ ഹേസ്റ്റാക്ക് ആരോണിനെ സേവ് ചെയ്യും, രക്ഷിക്കും എന്ന് എങ്ങനെയാണ് അവന് മനസ്സിലായത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ പാഠം? സ്ലാറ്റെ ദ ഗോട്ട് എന്നുള്ള പാഠം അല്ലേ. അപ്പോൾ എന്താ ആൻസർ? ആരോൺ റിയലൈസ് ദാറ്റ് ദ ഹേസ്റ്റാക്ക് കുഡ് സേവ് ദം ബിക്കോസ് ഇൻ ദ ഹേ it would be always warm. In the haystack they would never freeze. അപ്പോൾ ഹേസ്റ്റാക്കിൻ്റെ ഉള്ളിൽ എപ്പോഴും ചൂടായിരിക്കും അല്ലേ. വൈക്കോലിന് എപ്പോഴും ഒരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വൈക്കോൽ കൂന അവനെ എന്തായാലും മരവിപ്പിക്കില്ല, ഫ്രീസ് ചെയ്യിക്കില്ല എന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഈ ഹേസ്റ്റാക്ക് എന്നെ രക്ഷിക്കും എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു വാസ് ബ്രൂസ് ജെനർ? ആരാണ് ബ്രൂസ് ജെനർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏത് പാഠത്തിലെയാണ്? വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്ന പാഠത്തിലെയാണ്. എന്താണ് ആൻസർ? ബ്രൂസ് ജെനർ വാസ് എൻ അമേരിക്കൻ ടെലിവിഷൻ പേഴ്സണാലിറ്റി ആൻഡ് ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നിംഗ് അത്ലറ്റ് ഇൻ ഡെക്കാത്ലോൺ ഇൻ ദ 1976 Montreal Olympics. In 2015, Jenner came out as a trans woman and took the name Kathleen Mary Jenner and completed the sex reassignment surgery in 2017. അപ്പോൾ ബ്രൂസ് ജെനർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ടെലിവിഷൻ പേഴ്സണാലിറ്റിയാണ്. കൂടാതെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ വിന്നറാണ്. അതുപോലെ അവൾ ഒരു ട്രാൻസ് വുമൺ ആയിരുന്നു.
അവർ പേര് മാറ്റുകയാണ് ഉണ്ടായത്. കാതലൈൻ മാരി ജെനർ എന്ന പേരിലേക്ക് മാറ്റുകയും സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കമൻറ്റ് ഓൺ ദ സിംബൽ ഓഫ് ദ ഓപ്പൺ വിൻഡോ ഇൻ ദ സ്റ്റോറി ഓഫ് എൻ അവർ. ദ സ്റ്റോറി ഓഫ് എൻ അവർ എന്ന പാഠത്തിലെ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന സിംബൽ എന്തിനെയാണ് കുറിക്കുന്നത്? ദ ഓപ്പൺ വിൻഡോ സിംബലൈസസ് ഫ്രീഡം. Many married women feel that their freedom is restrained by their marriage. Often they have to do things to please their husbands even though they may not like them. Here, with the news of the death of her husband, Mrs. Mallard thinks she is free and she can do what she wants for the rest of her life. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫ്രീഡത്തിനെയാണ് അല്ലേ, സ്വാതന്ത്ര്യത്തിനെയാണ്. മെനി മാരീഡ് വുമൻ ഫീൽ ദാറ്റ് ദർ ഫ്രീഡം ഈസ് റീസ്ട്രെയിൻഡ് ബൈ ദർ മാരേജ്. കുറേ അധികം സ്ത്രീകൾ എന്ത് ചിന്തിക്കുന്നുണ്ട്? കല്യാണത്തോടു കൂടി തങ്ങളുടെ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താ കാരണം? ഓഫൻ ദേ ഹാവ് ടു ഡു തിങ്സ് ടു പ്ലീസ് ദെയർ ഹസ്ബൻഡ്സ് ഈവൻ ദോ ദേ മേ നോട്ട് ലൈക്ക് ദം. അപ്പോൾ ഹസ്ബൻഡ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ലഭിക്കാനായിട്ട് പറ്റാറില്ല, അവർക്ക് നേടാനായിട്ട് കല്യാണത്തിന് ശേഷം കഴിയാറില്ല. ഹിയർ വിത്ത് ദ ന്യൂസ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹെർ ഹസ്ബൻഡ് മിസ്സിസ് മലാഡ്. മിസ്സിസ് മലാഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെത്ത് എന്ന വാർത്ത കേട്ടപ്പോൾ, മരണം എന്ന വാർത്ത കേട്ടപ്പോൾ, മരിച്ചു എന്ന് കേട്ടപ്പോൾ മിസ്സിസ് മലാഡ് ചിന്തിച്ചത് എന്താണ്? ഷീ തിങ്സ് ഷീ ഈസ് ഫ്രീ. അവൾ സ്വതന്ത്രയായി എന്ന് അവൾ ചിന്തിച്ചു. ആൻഡ് ഷീ ക്യാൻ ഡു വാട്ട് ഷീ വാണ്ട്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹെർ ലൈഫ്. ബാക്കിയുള്ള ജീവിതത്തിൽ തനിക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ചെയ്യാൻ തനിക്ക് കഴിയും അല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ക്ലെയിം ആൻ എഡ്യൂക്കേഷൻ ആൻഡ് ടു റിസീവ് ആൻ എഡ്യൂക്കേഷൻ? അപ്പോൾ എഡ്യൂക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതും എഡ്യൂക്കേഷൻ ലഭിക്കുക എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ എന്താണ്? ടു ക്ലെയിം മീൻസ് ടു ടേക്ക് ആസ് ദ റൈറ്റ്ഫുൾ ഓണർ, ടു അസേർട്ട് ഇൻ ദ ഫേസ് ഓഫ് പോസിബിൾ കോൺട്രാഡിക്ഷൻ. ടു റിസീവ് മീൻസ് ടു കം ഇൻ ടു പൊസഷൻ ഓഫ്, to act as receptacle or container for, to accept as authoritative or true. The difference is that between acting and being acted upon. For women, it can literally mean the difference between life and death. അപ്പോൾ ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത്, ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് അർഹമായ കരങ്ങളിൽ എത്തുക എന്നുള്ളതാണ് അല്ലേ. ടു അസേർട്ട് ഇൻ ദ ഫേസ് ഓഫ് പോസിബിൾ കോൺട്രാഡിക്ഷൻ. ടു റിസീവ് മീൻസ് ടു കം ഇൻ ടു പൊസഷൻ ഓഫ്, ടു ആക്ട് ആസ് എ റിസെപ്റ്റാക്കിൾ ഓർ കണ്ടെയ്നർ ഫോർ. അപ്പോൾ ലഭിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നീട്ടിയ ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ളത് വന്നു വീഴുക എന്നുള്ളതാണ് റിസീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ആക്സെപ്റ്റ് ആസ് അതോറിറ്റേറ്റീവ് ഓർ ട്രൂ. അപ്പം എന്താണ്? ആധികാരികമായതോ സത്യമായതിനോ അംഗീകരിക്കുക എന്നുള്ളതും ഈ റിസീവ് കൊണ്ട് ഉദ്ദേശമുണ്ട്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ബിറ്റ്വീൻ ആക്ടിങ് ആൻഡ് ബീയിങ് ആക്റ്റഡ് അപ്പോൺ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആക്ടിങ് ആണ്, അതായത് ആ സംഭവം നടക്കുക എന്നുള്ളതാണ്, നടക്കണം എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? ബീയിങ് ആക്റ്റഡ് അപ്പോൺ. അതിൻ്റെ മേൽ വന്ന് അത് സംഭവിക്കുകയാണ്. ഒരു ആളുടെ മേൽ റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ മേൽ ആ ഒരു ആക്ഷൻ വന്ന് സംഭവിക്കുകയാണ്, പ്രവൃത്തി വന്ന് സംഭവിക്കുകയാണ്. ഫോർ വുമൻ ഇറ്റ് ക്യാൻ ലിറ്ററലി മീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ജീവനും മരണവും, ജീവിതവും മരണവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണോ അതാണ് സ്ത്രീകൾക്ക് ഇതിൻ്റെ ലിറ്ററലി മീനായിട്ട് തോന്നുക. അതായത് അക്ഷരാർത്ഥത്തിൽ സ്ത്രീകൾക്ക് എന്താണ് തോന്നുക? ക്ലെയിം എന്ന് പറയുന്നത് ലൈഫും റിസീവ് എന്ന് പറയുന്നത് ഡെത്തുമായിട്ട് തോന്നാം. അടുത്തത്, what did the teacher ask the students to do the day after the picnic? അപ്പോൾ പിക്നിക്കിൻ്റെ ശേഷമുള്ള ദിവസം, പിക്നിക്കിൻ്റെ പിറ്റേന്ന് ടീച്ചർ കുട്ടികളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത്? അപ്പോൾ ഇത് ഏതാ പാഠം? ദ ഔട്ട്കാസ്റ്റ് എന്നുള്ള പറഞ്ഞിട്ടുള്ള പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണല്ലേ.
അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ നോക്കാം. The day after the picnic, the teacher asked the students to write an essay on the picnic. അപ്പോൾ ആ പിക്നിക്കിനെ പറ്റി ഒരു എസ്സേ എഴുതാനാണ് ടീച്ചർ കുട്ടികളോട് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, why couldn't the narrator go often to the court to follow the trial of her potential husband? അപ്പോൾ അവരുടെ ദ ആംനസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിലാണ് അവരുടെ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ്, അതായത് ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളുടെ ട്രയൽ നടക്കുമ്പോൾ അവർക്ക് ആ നരേറ്റർക്ക് എന്തുകൊണ്ടാണ് കോടതിയിൽ പോവാൻ കഴിയാതിരുന്നത്? അതിൻ്റെ ആൻസർ, ഷീ കുഡ് നോട്ട് ഓഫൺ ഗോ ബിക്കോസ് ഷീ വാസ് ദെൻ വർക്കിംഗ് ഇൻ എ ഫാം സ്കൂൾ. അവർക്ക് പോവാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ അപ്പോൾ ഒരു ഫാം സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. നമ്മൾ അവർക്കൊരവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ അപ്പം പോലും മോഷ്ടിക്കും എന്ന് പറഞ്ഞ ആ ഒരു കൊട്ടേഷൻ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതേതാ പാഠം? റെഫ്യൂജി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിലെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നോക്കാം. ദ പൊളിറ്റീഷ്യൻസ് ഓർ റൂളേഴ്സ് ഓഫ് അതർ ഡെമോക്രാറ്റിക് കൺട്രീസ് ടു വിച്ച് ദ റെഫ്യൂജീസ് rushed were not willing to accept them because if they were allowed to come they will take up all the jobs and thus the local people will lose their jobs and thus their bread. അപ്പോൾ എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരെ ഈ രാജ്യത്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസും റൂളേഴ്സും ഒക്കെ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ നേറ്റീവായിട്ടുള്ള പീപ്പിളിൻ്റെ ജോബും അപ്പം, അതായത് ജോലിയും അവരുടെ അന്നവും ഒക്കെ ഇവർ കാരണം മുട്ടിപ്പോകും, അവരുടെ അവസരങ്ങളെല്ലാം ഈ കുടിയേറ്റക്കാർ നേടിയെടുക്കും എന്നാണ് ഈ രാജ്യത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചിന്തിക്കുക അല്ലേ. അപ്പോൾ അതാണ് റെഫ്യൂജി ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാഗോർസ് കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം. ഫ്രീഡത്തെക്കുറിച്ച് ടാഗോറിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്ന്. ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നീഡഡ് ഫോർ കില്ലിങ് എ ട്രീ. ഒരു ട്രീനെ കില്ല് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്താണ്? ഹൗ ഡസ് അഡ്രിയൻ റിച്ച് ഇലാബറേറ്റ് കൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു വൺ സെൽഫ്. അടുത്തത്, the pessimism in what it's like to be transgender. അടുത്ത ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദ പൊളിറ്റിക്സ് ഓഫ് ഫുഡ് ഇൻ ദ ഔട്ട്കാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് സെൽഫ് ഡിലൂഷൻ അക്കോർഡിംഗ് ടു ഹരാരി. എസ്സേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനലൈസ് ടോബ ടേക്സിംഗ് ആസ് എ കോസ്റ്റിക് സറ്റയർ ഓൺ ദ അബ്സർഡിറ്റി ഓഫ് പാർട്ടീഷൻ. അടുത്തത്, Chief Seattle's speech is a powerful plea for respect of Native Americans' rights and environmental values substantiate. അടുത്തത്, Kate Chopin's The Story of an Hour is an attempt to highlight the inherent oppressiveness of marriage. Discuss. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഓഡൻ കൺവേ ദ ഹൊറർ ഓഫ് വാർ, എത്നിക് ഫോബിയ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ റെഫ്യൂജി ബ്ലൂസ്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇത് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.